നവാഗത സംവിധായകന് പുതുമുഖങ്ങളായ കേന്ദ്ര കഥാപാത്രങ്ങള്. ഇതിനിടയിൽ ആകെ പൊതുവായത് തിരക്കഥാകൃത്തും 2024 മികച്ച വിജയം നേടിയ ആദ്യ ഭാഗത്തിന്റെ പേരും മാത്രം. തിയേറ്ററുകൾ നിറഞ്ഞുകവിഞ്ഞ് പ്രദർശനം തുടരുന്ന വാഴ 2 സവിശേഷതകളാണ് മേല് പറഞ്ഞവ. സ്റ്റാർ വാല്യൂവുള്ള താരങ്ങളില്ലാതിരുന്നിട്ട് കൂടി റിലീസ് ചെയ്ത് മൂന്നാം വാരത്തില് തന്നെ ചിത്രം ആഗോളതലത്തില് 200 കോടി കളക്ഷന് നേടിയ വാർത്തകളാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെ അമ്പരിപ്പിച്ചിരിക്കുന്നത്. റീൽസിലൂടെ ശ്രദ്ധേയരായ ഹാഷിര്, അജിന്, അലന്, വിനായക് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റെന്ന നേട്ടം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ മുന്നേറ്റം തുടരുന്നത്. ഇതിനോടകം 200 കോടി സ്വന്തമാക്കിയ വാഴ 2 മുന്നില് ഇനിയുള്ളത് 3 ചിത്രങ്ങൾ മാത്രമാണ്. മലയാളത്തിലെ അതികായന് മോഹൻലാല് നായകനായ തുടരുമും എമ്പുരാനുമാണ് ഇതില് 2. തരുണമൂർത്തിയുടെ സംവിധാനത്തില് മോഹൻലാല് നായകനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ തുടരും 235 കോടിയോളമായിരുന്നു തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിരുന്നത്. അതിവേഗം ബോക്സ് ഓഫീസില് കുതിപ്പ് തുടരുന്ന വാഴ 2 ഇതേപോം ബോക്സ് ഓഫീസ് നിലനിർത്താനായാല് അടുത്ത 5 ദിവസത്തിനുള്ളില് തന്നെ ഈ നേട്ടം തകർക്കാന് സാധിക്കുമെന്നാണ് പലരുടെയും വിലയിരുത്തല്. പൃഥ്വിരാജ് സുകുമാരന് സംവിധാനം ചെയ്ത എമ്പുരാനാണ് വാഴ 2 ഭീഷണിയിലുള്ള മറ്റൊരു മോഹൻലാല് ചിത്രം. 268 കോടിയോളമാണ് വലിയ ഹൈപ്പിലെത്തിയ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയത്. അതേസമയം ഹാഷിറിനും കൂട്ടർക്കും എത്തിപ്പിടിക്കാന് സാധിക്കുമോ എന്ന് സംശയം തോന്നിക്കുന്ന വിധത്തില് ബഹുദൂരം മുന്നിലാണ് കല്യാണി പ്രിയദർശന് നായികയായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുള്ളത്. 300 കോടിയിലധികം നേടിയ ചിത്രത്തിന്റെ റെക്കോർഡ് മറികടക്കാന് വരുന്നിരിക്കുന്ന ദിവസങ്ങളില് വാഴ 2 മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടി വരുമെന്നുറപ്പാണ്. വിഷു റിലീസായെത്തിയ കുഞ്ചാക്കോ ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തില് ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പി, ദിനംപ്രതി ഷോകള് വർദ്ധിപ്പിക്കുന്ന സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടം തുടങ്ങിയവ വാഴ 2 ഭീഷണിയുമായി രംഗത്തുണ്ട്.